ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ഒരു മുട്ട റോസ്റ്റ് ആണ്. അത് പുറത്ത് പഠിക്കണ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവര് പുറത്തുനിന്ന് പൊറോട്ട വാങ്ങണ, ചപ്പാത്തി വാങ്ങണം. അപ്പൊ ഈ കറികൾക്കാണ് വില കൂടുതൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാച്ചിട്ടാ, ഈ മുട്ട റോസ്റ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കി സൂപ്പറായിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അതിനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. നമുക്കിനി ആദ്യം മുട്ട കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കാം. നമുക്കൊരു കുക്കർ വെച്ച്, ഞാനിവിടെ 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുക്കറിൽ പതുക്കെ വെക്കാം, അല്ലെങ്കിൽ മുട്ട പൊട്ടി പോവില്ലേ പടപടപടായിട്ടാ. ഇനി നമുക്കിതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ മുട്ട മുങ്ങാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് അടയ്ക്കാം. നമുക്കിതിനി അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ വരുന്നവരെ കത്തിച്ചു കൊടുക്കാം. മുട്ട ഇവിടെ നിന്ന് വേകട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിൽ ഒരു 5 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി വലിയ ഉള്ളിയാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. നമുക്കിനി ഇത് തോല് കളഞ്ഞ് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഉള്ളി നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഉള്ളി അരിയുമ്പോഴത്തേക്ക് ഇതിൽ ഒരു വിസിൽ വന്നു. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി തുറന്നൊന്നും വെക്കണ്ട, ആ ഇതിൽ ഗ്യാസ് ഉണ്ടാവില്ല, അതിൽ ബാക്കിയുള്ളത് വെന്തോളും. നമുക്ക് ഇറക്കി വെക്കാം. അങ്ങനെ ഉള്ളി അരിയൽ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഈ പച്ചമുളക് കൂടി കീറിയിടാം. ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടവർക്ക് 3, 4, 5 എണ്ണം ഒക്കെ എടുക്കാം, എരിവുള്ളവർക്ക്. ഇത് 4ആയിട്ട് കീറിയിടാം കേട്ടോ പച്ചമുളക്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അരിഞ്ഞിടണമെങ്കിൽ ഇടാം. പിന്നെ കറിവേപ്പില. ഇനി മുട്ട നമുക്ക് തുറന്ന് നോക്കട്ടാ. കണ്ട, ഇതിൽ ഗ്യാസൊന്നുമില്ല, ഗ്യാസൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറക്കാം. കണ്ടില്ലേ, മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലെടുത്തിടാം. അപ്പോൾ വേഗം തോല് കളയാൻ കിട്ടും. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ ഒന്നൊന്നായിട്ട് പിറക്കിയിടാം കേട്ടോ. നമ്മൾ കോഴിമുട്ട എന്തിനാ വെള്ളത്തിലിട്ട് വെച്ചാലേ, തോല് കളയുമ്പോൾ അതിൻ്റെ തോടിൽ മുട്ട പൊടിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടത്. അല്ലെങ്കിൽ നന്നായിട്ട് ചൂടാറിയിട്ട് ഇത് വെള്ളത്തിലിട്ട് വേഗം ചൂടാറാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടത് കേട്ടോ. നമുക്കിനി ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. ഇനി നമുക്ക് ചട്ടി ചൂടായി കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച വലിയുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വാടട്ടെ. നന്നായിട്ട് നമുക്ക് ഇളക്കി ഒരു കളറ് മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ലേശം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് പോട്ട് അതുവരെ ഇളക്കാം. ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളക്, ഉള്ളിയൊക്കെ നല്ല വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഈ കളർ മതി. ഇനി നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി, 1/4
ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് കിരമസാല. കിരമസാലയുടെ മണം ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. നമുക്ക് ജീരകം, വലിയ ജീരകം പൊടിച്ചത് ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ കാശ്മീരി മുളക് പൊടി ഇടുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സാധാ മുളക് പൊടിയാണ് ഇട്ടത്. ഇനി എരിവ് അധികം വേണ്ടവർക്ക് മുളക് പൊടി അധികം ഇടാം, കുഴപ്പമില്ല. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് വീട്ടിൽ ജോലി തിരക്കുള്ളവർക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ലേശം കുരുമുളക് പൊടി ഇടാം. ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഒന്ന് ഇളക്കാം. നമുക്ക് എണ്ണയൊക്കെ മേലെ ഒന്ന് വരുന്നത് വരെ നമുക്ക് കത്തിക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ മേലെ പൊന്തി വന്നിട്ടുണ്ട്, കണ്ട. ഇനി നമുക്ക് ഇതിൽ വേവിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഇടുമ്പോഴേ ഇതേപോലെ ഒന്ന് വരഞ്ഞിട്ട് വേണം ഇടാൻ. അത് എന്തിനാ വരയെന്ന് പറഞ്ഞാൽ മസാല ഇതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 3, 4, 5 വര വരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയിട്ട് നമ്മൾ ഈ മസാലയൊക്കെ എടുത്തിട്ട് ഈ മുട്ട എങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ ലേശം മല്ലിയിടയിൽ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇറക്കി വെക്കാം. അപ്പോൾ ഈ മസാലയുടെ കടുത്ത ചുവയൊക്കെ പോയിട്ടുണ്ടാവും, മുട്ടയുടെ ഉള്ളിലൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ടാവും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വിളമ്പി വെക്കാം. അങ്ങനെ നമ്മളെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കണം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വെച്ച് കൊടുക്കാനൊക്കെ ബെസ്റ്റാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കി സൂപ്പറായിട്ട് തിന്നാൻ പറ്റുന്ന മുട്ട റോസ്റ്റാണ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.